ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ പരിപ്പുവടയായാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പ് ഒരു 3 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പിൻ്റെ നീരാണ് ഇവിടെ എടുക്കുന്നത്. കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ റോളുകളാക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകത്തതേ ഉള്ളൂ, അകം വേവത്തില്ല. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ അത് മൊരിച്ചെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.